ഓക്കേ. വസുന്ധര, ഒരു മാസത്തേക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊവിഷൻസും വാങ്ങിച്ചു. ഇപ്പൊ തന്നെ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ഇനി കുട്ടികളുടെ കാര്യം നോക്ക്. അതിനു വേണ്ടിയല്ലേ അമ്മേ അച്ഛൻ ഞങ്ങളെ എല്ലാരും ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞോ എന്താ വേണ്ടത്? എനിക്ക് വാനില മിൽക്ക് ഷേക്ക്. എനിക്ക് ചോക്ലേറ്റ് ഷേക്ക്. എനിക്ക് എന്തായാലും ഓക്കെ അച്ഛാ. വസുന്ധര, തനിക്ക് എന്താ വേണ്ടത്? അമ്മയ്ക്ക് സ്റ്റിക്ക് ഐസ് എന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടാ അച്ഛാ. അമ്മയ്ക്ക് കഴിക്കാൻ എപ്പോഴും അതാ ഏറ്റവും ഇഷ്ടം. സ്റ്റിക്ക് ഐസോ? അത് ഇവിടെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓ സോറി സോറി വസുന്ധര. എനിക്കും അതൊന്നും വേണ്ട, നിങ്ങൾ തന്നെ കഴിച്ചോ. ഞാൻ ചുമ്മാ പറഞ്ഞ വസുന്ധര. എക്സ്ക്യൂസ് മീ. പറഞ്ഞോളൂ സാർ. ഇവിടെ ഒരു ബനാന മിൽക്ക് ഷേക്ക്. ഹലോ ഹലോ, അഖിൽ സാറേ. രമേഷ് സാർ പറയൂ. ഞാനിപ്പോ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുക. അതിന്റെ ആവശ്യമില്ല സാർ. ഞങ്ങളുടെ ഇവന്റ് നിങ്ങൾക്ക് തരുന്നില്ല സാർ. അഡ്വാൻസ് തിരികെ തരണം. എന്തു പറ്റി സാർ? നിങ്ങൾക്ക് ഇവന്റ് തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതേപ്പറ്റി ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇന്ന് വൈകുന്നേരത്തിനകം അഡ്വാൻസ് തിരികെ തരണം. ഹലോ ഹലോ സാർ. ഹലോ. ഈവന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേണ്ടെന്ന് പറയാ അയാള്. എന്തായിരിക്കും സംഭവിച്ചത്? ഇവരെന്താ ഇവിടെ ഇരിക്കുന്നേ? രമേഷ് സാർ എന്താ ഇയാളുടെ അടുത്തേക്ക് പോകുന്നേ? ഹായ് സാർ. അല്ല, രമേഷ് സാറോ? സോറി സാർ. നിങ്ങൾ ഫാമിലിയുടെ കൂടെ സന്തോഷിക്കാൻ വന്നതല്ലേ? ഞാൻ ആവശ്യമില്ലാതെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തു. നോ പ്രോബ്ലം. സാറിന്റെ ഈവന്റ് എപ്പോഴാണ് ചെയ്യേണ്ടത്? മറ്റന്നാളാ സാർ. ഓ, ഇതാ അഡ്വാൻസ് സാർ. ഈ രമേഷ് സാർ എനിക്ക് തന്ന ഈവന്റ് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം ഇയാളായിരുന്നു അല്ലേ? ഇപ്പോഴല്ലേ മനസ്സിലായത്. സോറി സാർ. ആദ്യം സാറിന്റെ അനിയനാണ് ഇവന്റ് കൊടുത്തത്. അവരെ എനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ആ എഗ്രിമെന്റ് ഞാൻ ക്യാൻസൽ ചെയ്ത് സാറിന് തരുന്നത്. ഈ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞാൽ സാറ് സമ്മതിക്കില്ല എന്ന് കരുതിയാണ് ഞാനത് മറച്ചത്. അല്ല, ഒരു സാർ ഇരിക്കോ, എന്തെങ്കിലും കഴിക്കാം. വേണ്ട സാർ. ഞങ്ങളുടെ ഇവന്റ് ചെയ്യാമെന്ന് സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം സാർ. സാറിന് മാത്രമേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. ഓക്കെ സാർ, ഹാപ്പി ആയിട്ട് പോകും. സാറിന്റെ ഈവന്റ് അടിപൊളിയാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു സാർ. ഓക്കെ. അപ്പോ ഇവൻ കരുതി കൂട്ടി എന്റെ അടുത്തുനിന്ന് ഈവന്റ് തട്ടിയെടുക്കായിരുന്നു അല്ലേ? കാണിച്ചു തരാം. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോണം. വസുന്ധര, ദാ വാങ്ങിക്കോളൂ. കുട്ടികളെ, വേറെ എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ. ഐസ്ക്രീം ഇവിടെ കൊക്കോള പറ, വേഗം പറ.
എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നതും സങ്കല്പിക്കുകയായിരുന്നു. അഭിയും വസുവും കുട്ടികളും ഈ വീട് വിട്ടു പുറത്തേക്ക് പോയി. ഇതുവരെ ഇവിടെ നടന്ന നല്ല കാര്യം അതാണ്. ഇതിനപ്പുറം ഇവിടെ എന്താ സംഭവിക്കാനാ? സ്വത്ത് ഭാഗം വെക്കില്ലേ? അന്ന് നടന്ന പ്രശ്നങ്ങൾ കാരണം അഭിയേട്ടൻ വീട് വിട്ടുപോയി. ഇനി 2 ഭാഗങ്ങളേ ഉള്ളൂ. ഭാസ്കരേട്ടൻ ഈ വീട്ടിലെ മൂത്ത മകനായതുകൊണ്ട് വലിയ ഭാഗം അവർക്ക് ചെന്ന് ചേരും. അഖിൽ ഇളയ മകനായതുകൊണ്ട് ഒരു ചെറിയ ഭാഗം ഞങ്ങൾക്കും കിട്ടും. നിനക്ക് എന്തിനാ ചെറിയ ഭാഗം മരമണ്ടി? ഈ മൊത്തം സ്വത്തും നിന്റെ കയ്യിൽ വരണം. അതെങ്ങനെ വരൂ ആന്റി? നമ്മുടെ ഭാസ്കരേട്ടനും ഈ സ്വത്തിന് അവകാശം ഉള്ളതല്ലേ? ഇവിടെ ഇന്നലെ വരെ അഭിയും കൂടി ഈ സ്വത്തിന്റെ അവകാശിയായിരുന്നു. ഇപ്പൊ എന്തായി? അഭി ഈ വീട് വിട്ട് പുറത്തേക്ക് പോയി. അതേപോലെ ഭാസ്കറിനെയും എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിന്ന് വെച്ചോ. അപ്പോ ഈ സ്വത്ത് മുഴുവൻ നിന്റെ കയ്യിലേക്ക് വരുവടി. സത്യമാണോ ഈ പറയുന്നത്? ആ, ഞാൻ എപ്പോഴും നിങ്ങളുടെ നന്മയല്ലേ ആഗ്രഹിക്കൂ. അപ്പോ ഭാസ്കരേട്ടനോട് ആന്റിക്ക് സ്നേഹമൊന്നുമില്ലേ? എനിക്ക് എന്റെ കൊച്ചുമോനെയാ ഏറ്റവും ഇഷ്ടം. എന്നാ പിന്നെ ഭാസ്കരേട്ടനെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നല്ലൊരു പ്ലാൻ ആലോചിക്കേ. ആലോചിക്കുന്നുണ്ടടി. എങ്ങനെയെങ്കിലും ഈ വീട് ചിന്ന ഭിന്നമാകണം. എനിക്ക് 2ാം കല്യാണം നടത്തിത്തരാത്ത ഈ വീട്ടില് ഒരാൾക്ക് പോലും മനസമാധാനം കിട്ടാൻ പാടില്ല. അപ്പോഴേ എനിക്ക് മനസമാധാനം കിട്ടും. എന്തു പറ്റിയെങ്കിൽ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ആ വൃത്തികെട്ടവൻ വീണ്ടും നമ്മളെയൊക്കെ ചതിക്കേട്ടാ. ആരാടാ കൊച്ചുമോനെ? വേറെ ആര്? ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയവൻ തന്നെ. അഭിയേട്ടൻ വീണ്ടും എന്താ ചെയ്തത് അഖിൽ? നമുക്ക് വന്ന ഈവന്റ് അവൻ തട്ടിയെടുത്തു. അതെങ്ങനെ എടുക്കാൻ പറ്റും? നമ്മുടെ എഗ്രിമെന്റ് ഉണ്ടല്ലോ. ഏട്ടാ, എഗ്രിമെന്റ് സംസ്കൃതി ഈവന്റ്സിന്റെ പേരിലാ ഉള്ളത്. ഇപ്പൊ സംസ്കൃതി ഈവന്റ്സ് എന്ന് പറഞ്ഞാ എല്ലാവരും അവനെന്നാ വിചാരിക്കുന്നേ. അയാൾ നമ്മുടെ ഓഫീസിൽ നിന്ന് മാറിയത് അറിയാതെ എല്ലാവരും അയാളുടെ അടുത്തേക്ക് പോവാ. അത് ശരിയാടാ. ഇത്രയും നാൾ അബി എന്ന് പറഞ്ഞാൽ സംസ്കൃതി ഈവൻസ് ആയിരുന്നു. സംസ്കൃതി ഈവൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് അബി. ക്ലയൻസ് എല്ലാവരും അവൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്യാടാ. സംസ്കൃതി ഈവൻസ് നിങ്ങളതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഒരു പരസ്യം കൊടുക്കടാ. നമ്മുടെ സ്ഥാപനത്തിനും അബിക്കും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അങ്ങ് പറഞ്ഞേക്ക്. അപ്പൊ എല്ലാവരും നിങ്ങളടുത്തേക്കല്ലേ വരൂ. ശരിയാണ് അഖിൽ. എന്തിനായാലും പരസ്യം ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ കുറിച്ച് നിങ്ങൾ പരസ്യം ചെയ്യണം. അപ്പൊ പിന്നെ ഈവന്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ വരും. എന്താ ഈ പറയുന്നേ? ഇപ്പൊ പബ്ലിസിറ്റി ചെയ്യണമെന്ന് വിചാരിച്ചാലും ഈവന്റ്സ് ചെയ്യണമെങ്കിലും നമ്മുടെ കയ്യിൽ കാശ് വേണ്ടേ? നമ്മുടെ സ്വത്തില്ലേടാ, അത് പണയപ്പെടുത്തുകയോ വിൽക്കുക എങ്ങാനും ചെയ്യേ. അത് ശരിയാടാ. നമുക്ക് സ്വത്ത് കുറച്ച് വിൽക്കാം. അതിന് അമ്മയും അച്ഛനും സമ്മതിക്കണ്ടേ? അതിന് നിങ്ങൾ അച്ഛനെന്തിനാണ് എതിർക്കുന്നേ? ഈ സ്വത്ത് മുഴുവൻ നിങ്ങളുടേതാ. നിങ്ങൾ ഇഷ്ടത്തിന് ചെലവ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ചോദിക്കാൻ അബി ഇവിടെ അല്ലല്ലോ. പക്ഷെ അമ്മയും അച്ഛനും ചോദിക്കുമല്ലോ. അവരോട് ചോദിച്ച് ചെയ്യുമ്പോഴല്ലേ പ്രശ്നം. ചോദിക്കാതെ ചെയ്താ പിന്നെ പ്രശ്നമില്ലല്ലോ. അതേടാ, അമ്മയും അച്ഛനും അറിയാതെ ആധാരം എടുത്തോണ്ട് പോയിട്ട് നമുക്ക് വക്കീലിനൊന്ന് കാണിക്കാം. അയാൾ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരും. പെട്ടെന്ന് തന്നെ അത് ചെയ്തേക്ക്. ഇപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയും വീട്ടിലില്ല. സമാധാനം കിട്ടാൻ അമ്പലത്തിൽ പോയി. ഭാവനെ ഏട്ടത്തേക്ക് കൂട്ടുപോയിരിക്കുക. ഇതാണ് പറ്റിയ സമയം. ഫാസ്റ്റ് ഫാസ്റ്റ് അഖിൽ. ഈ നല്ല കാര്യം ഉടനെ തന്നെ ചെയ്യണം. ചെല്ലടാ, വേഗം ചെല്ലടാ.
അഖിലേ, ഈ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് നമുക്ക് വക്കീലിനെ കൊണ്ടുപോയി കാണിക്കാം. ഏത് പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റുമെന്ന് അയാൾ വഴി പറഞ്ഞു തരും. അതേടാ. വലിയേട്ടാ, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഈ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. അങ്ങനെ തന്നെ ചെയ്യാം. സ്വത്ത് മുഴുവൻ നമ്മുടെ സ്വന്തമായ അച്ഛനും അമ്മയ്ക്കും പിന്നെ ഒന്നും ചെയ്യാനാവില്ല. അത് ശരിയാടാ അഖിലേ. സ്വത്തൊക്കെ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാ പിന്നെ അബിയെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒതുക്കാമല്ലോ. എന്നാ പോവാം. പോയിട്ട് വരാം. പോയിട്ട് വാ. ഇന്ന് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അല്ലേ അച്ഛാ? Yeah. താങ്ക് യു അച്ഛാ. ലവ് യു അച്ഛാ. ദേ നോക്ക്, നമ്മൾ പുറത്ത് ഒരുപാട് കറങ്ങിയതല്ലേ, അതുകൊണ്ട് എല്ലാരും പോയി ഫ്രഷ് ആയിട്ടോ. ഓക്കെ ഓക്കേ അച്ഛാ. പോയിട്ടോ. വസുന്ധര, എന്താ വല്ലാതിരിക്കുന്നേ? എന്തോ ഒരു അസ്വസ്ഥത ഏട്ടാ. ആണോ അമ്മേ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. അമ്മേ, ദാ വെള്ളം കുടിക്ക്. പുറത്തുനിന്ന് ഞങ്ങൾ നല്ലതുപോലെ കഴിച്ചു, പക്ഷെ താനൊന്നും ശരിക്കും കഴിച്ചിട്ടില്ല. അതുകൊണ്ടാ ടയേർഡായി വീക്കായി പോയത്. പുറത്തുനിന്ന് അധികം കഴിക്കുന്നത് എനിക്ക് പിടിക്കില്ല ഏട്ടാ. വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാ കൂടുതൽ ഇഷ്ടം. ആ ശരി, ഇപ്രാവശ്യം താൻ കിച്ചന്റെ പരിസരത്ത് പോലും വരണ്ട, എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ആ ശരി, തനിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താന്ന് പറഞ്ഞു, ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. അമ്മയ്ക്ക് ഹൽവ ഭയങ്കര ഇഷ്ടാ അച്ഛാ. ഹൽവ? അങ്ങനെയൊന്നുമില്ല. കള്ളം പറയാൻ പാടില്ലമ്മേ. അവിടെ മുത്തശ്ശിയുടെ വീട്ടില് ഹൽവ ഉണ്ടാക്കുമ്പോ അമ്മ കൊതിയോടെ എടുത്ത് കഴിക്കായിരുന്നില്ലേ? ഓക്കെ, അപ്പൊ ഹൽവ തന്നെ ഉണ്ടാക്കാം. ഏട്ടനെ കൊണ്ട് പറ്റില്ല. പറ്റുമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ഹലോ വസുന്ധര, എന്റെ അച്ഛന് ഉണ്ടാക്കാൻ അറിയാത്തതായിട്ട് അങ്ങനെ ഒന്നുമില്ല. കറക്റ്റ് ഉണ്ണി, നമ്മൾ ഇന്ന് എന്തായാലും ഹൽവ ഉണ്ടാക്കിയിരിക്കും. ഏട്ടനെ കൊണ്ട് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ. എന്താ പറ്റാത്തെ? അപ്പോ തനി കോഫി ഉണ്ടാക്കി തരുന്നു, ഒരു ദിവസം ദോശ വരെ ഉണ്ടാക്കി തന്നതല്ലേ. ഒരു ദിവസത്തെ ഫുഡ് മുഴുവൻ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇത്രയൊക്കെ ചെയ്ത എനിക്ക് ആഫ്റ്റർ ഓൾ ഒരു ഹൽവ ഉണ്ടാക്കാൻ പറ്റില്ലേ? അതുപോലെയൊന്നും അല്ല ഹൽവ ഉണ്ടാക്കുന്നത് ഏട്ടാ. അച്ഛനെല്ലാം ഒരുപോലെ അമ്മേ. അച്ഛനൊന്ന് മനസ്സ് വെച്ച് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. താൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ നോക്ക്. 1/2 മണിക്കൂറിനുള്ളിൽ നല്ല ചൂടായിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടിരിക്കും. അതല്ല ഏട്ടാ. താനിപ്പോ ഒന്നും പറയണ്ട ഉണ്ണി, നമ്മള് ഹൽവ ഉണ്ടാക്കുന്നു. ഓക്കെ? പറഞ്ഞ കേൾക്കില്ല. നമസ്കാരം വക്കീലെ. നമസ്കാരം. നമസ്കാരം. അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞു, എന്താ കാര്യം? ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ്സ് ആണ് വക്കീലെ. ഇതിലെ ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് വിറ്റിട്ട് ഞങ്ങളുടെ സംസ്കൃതി ഇവന്റ്സ് ഒന്ന് നന്നാക്കാന്ന് വിചാരിക്കുകയാണ്. പുതിയ പുതിയ ഇവന്റ്സ് ഒക്കെ തുടങ്ങി ഞങ്ങളുടെ കമ്പനിയെ നല്ല നിലയിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നു സർ. വെരി ഗുഡ്. അച്ഛന് നല്ല പേരുണ്ടാക്കി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ? യെസ് സർ. ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് തന്നെയാ, പക്ഷെ വിൽക്കാൻ പറ്റില്ല. വക്കീൽ സാർ എന്താ ഈ പറയുന്നേ? ഞങ്ങളുടെ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് എന്തുകൊണ്ട് വിറ്റൂടാ? അതിന് കാരണം പ്രോപ്പർട്ടീസ് എല്ലാം
മിസ്റ്റർ അഭിറാമിന്റെ പേരില. അല്ല, ഈ സ്വത്തെല്ലാം അയാളുടെ പേരിൽ എങ്ങനെയാവും? ഞങ്ങൾക്കൊരു അവകാശമില്ലേ? ഇല്ല, സ്വത്ത് അനുഭവിക്കാനായാലും വിൽക്കാനായാലും അഭിറാമിന് മാത്രമേ അവകാശമുള്ളൂ. ഞങ്ങളുടെ സ്വത്തിനൊക്കെ അവൻ എങ്ങനെ അവകാശം വരുന്നേ? അതെങ്ങനെ നടക്കും? അതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛൻ മുമ്പ് തന്നെ സ്വത്തെല്ലാം അഭിരാമിന്റെ പേരിൽ എഴുതി വച്ചിരിക്കുകയാണ്. ഒരു സെന്റ് എന്നല്ല, ഒരിഞ്ച് സ്ഥലം പോലും നിങ്ങളുടെ പേരിലില്ല. എന്താ ഞങ്ങളുടെ അച്ഛൻ അയാളുടെ പേരിൽ സ്വത്തെല്ലാം മാറ്റിയെന്നോ? അതെ, അഭിരാമിന്റെ അറിവില്ലാതെയും ഒപ്പില്ലാതെയും ഈ സ്വത്ത് വിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊന്നും തന്നെ ഇല്ല. ഇത് നിങ്ങൾക്കൊന്നിന് തന്നെ ഉപകരിക്കില്ല. ഓക്കെ വക്കീൽ സാറേ, ഞങ്ങൾ പോയി ഞങ്ങളുടെ അച്ഛനോട് ഇതൊന്ന് സംസാരിക്കാം. അച്ഛൻ എന്തിനാ സ്വത്തെല്ലാം എഴുതി വച്ചേന്ന് നമുക്കറിയണോ ഏട്ടാ? വാ. എന്താ അച്ഛാ ആലോചിച്ച് നിൽക്കുന്നത്? എനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയാം, ദോശ ഉണ്ടാക്കാൻ അറിയാം, എന്തിന് പായസം വരെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഈ ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നേ? അപ്പോ അച്ഛന് ഹൽവ ഉണ്ടാക്കാൻ അറിയില്ലേ അച്ഛാ? അറിയില്ല ഉണ്ണി. അയ്യോ എന്റെ ഈശ്വര, ഇപ്പൊ എന്താ ചെയ്യാ? അറിയാമെന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ അമ്മയടുത്ത് ബിൽഡപ്പ് കൊടുത്തിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ ഡോൺ വറി അച്ഛാ, കുക്കറി ഷോസ് ഒക്കെ ഉള്ളതല്ലേ, അത് നോക്കി കോപ്പി അടിക്കാം. യെസ്, ശരിയാണല്ലേ? ഗുഡ് ഐഡിയ. ഫോണില് ഹൽവ ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കി എത്രയും പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കാം. നോക്കി പറ, ആദ്യം എന്താ ചെയ്യേണ്ടത് പറയും. ആദ്യമായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് പാത്രം വെക്കണം. ഓക്കെ, സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞു. ശരി, പാൻ വെച്ച് കഴിഞ്ഞു. പാത്രം നന്നായി ചൂടായി കഴിയുമ്പോ അതിലേക്ക് നെയ്യോ ഡാൽഡയോ ഒഴിക്കണം. ഡാൽഡ എന്തിന്? നെയ്യ് തന്നെ അങ്ങ് ഒഴിച്ചാളെ. എന്നിട്ട് അടുത്തത് രണ്ടുപേർക്കും കാണിച്ചു തരാം. അമ്മേ, ചേട്ടനും അച്ഛനും കോപ്പി അടിക്കുന്നു. കോപ്പിയോ? എക്സാമിലെ ബിറ്റ് പേപ്പറും വെച്ച് അടുത്തിരിക്കുന്ന ആളുടെ ആൻസർ ഷീറ്റ് നോക്കി എഴുതില്ലേ, അതുപോലെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കണ്ട് ഹൽവ ഉണ്ടാക്കുക. അങ്ങനെയാണോ? എന്നാ പോയി നോക്കാം. വാ വന്നേ. അതെ ഏട്ടാ, ഉണ്ണി സാറേ, അടുക്കളയിൽ നിന്ന് പാത്രത്തിന്റെ സൗണ്ട് അല്ലാതെ ഹൽവയുടെ മണമൊന്നും വരുന്നില്ലല്ലോ. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ വസുന്ധര, നല്ല ചൂടുള്ള ഹൽവ ഉണ്ടാക്കി തരാം. ഞങ്ങള് റെഡി.